Good morning all. Today we have to discuss about the topic scale of measurement. In statistics, the variables or numbers are defined and categorized using different scale of measurement. Statistics numbers define ചെയ്യാനും categorize ചെയ്യാനുമായിട്ട് scale of measurement use ചെയ്യുന്നുണ്ട്. In this section, four type of scales such as nominal, ordinal, interval and ratio scale. And the first one is nominal scale. The nominal scale is the first level of measurement in which the numbers as tags or labels to classify or identify the object. For example, ഒരു കളേഴ്സ് എന്ന കാറ്റഗറിയിൽ നമുക്ക് റെഡ്, ബ്ലൂ, ബ്ലാക്ക് എന്നൊക്കെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ജെൻഡർ ആണെങ്കിൽ അവിടെ ഫീമെയില്, മെയില് എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും. അങ്ങനെ കാറ്റഗറി ആക്കുന്നതിനെയാണ് നോമിനൽ എന്ന് പറയുന്നത്. And the numbers do not have any value. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സിനൊക്കെ നമ്മൾ നമ്പേഴ്സ് നോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അവരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്പേഴ്സിന് അവിടെ ഒരു വാല്യൂ ഇല്ല. Then properties of nominal scale. The first property is they have no natural orders. അവിടെ ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് we cannot count eye colors in order of worst and best. ഐ കളറിനെ അങ്ങനെ നല്ലതൊന്നും ചീത്തയൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നതാണ് കാറ്റഗറീസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ an individual cannot have both blue and brown eyes. ഏതെങ്കിലും ഒരു കളർ ഐസേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. Then third is the only number we can calculate for this variables are counts. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ we can count how many have black hair and how many have brown hair etc. അതാണ് മൂന്ന് പ്രോപ്പർട്ടി ആയിട്ട് നോമിനൽ സ്കെയിലിന്റെ പറയാനുള്ളത്. Then the mode is only one measure to calculate nominal. മോഡ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ നോമിനൽ സ്കെയിലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then the nominal data is collected through the survey. സർവേയിലൂടെയൊക്കെയാണ് നമ്മൾ നോമിനൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. And the second one is ordinal scale. Ordinal scale have an natural order. Ordinal scale ഒരു ഓർഡർ ഉണ്ടാവും. And there is no quantifiable difference between values. Then properties of ordinal scale. The first property is they have a natural orders. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, വെരി സാറ്റിസ്ഫൈഡ് ഈസ് ബെറ്റർ ദാൻ സാറ്റിസ്ഫൈഡ്, വിച്ച് ഈസ് ബെറ്റർ ദാൻ നാച്ചുറൽ എക്സെട്ര. വെരി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡിനേക്കാൾ ബെറ്റർ ആണ് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് the difference between values cannot be evaluated. എന്ന് വെച്ചാൽ we can exactly say that the difference between very satisfied and satisfied, അവ തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. And the third property is the two measures of central tendency we can calculate for this variables are mode and median. മോഡും മീഡിയനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓർഡിനൽ സ്കെയിലിനെ മെഷർ ചെയ്യാൻ സാധിക്കും. The ordinal is mainly used for identify the feedback of a company. Like നമ്മുടെ കമ്പനിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും ഓർഡിനൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട്. And the next one is interval. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ടാവും. ആൻഡ് ദെൻ അവ നമ്മുടെ എക്സാക്ട് ഡിഫറൻസ് നമുക്ക് പറയാനും പറ്റും. ഇന്റർവെൽ സ്കെയിൽ ഹാവ് എ നാച്ചുറൽ ഓർഡർ ആൻഡ് എ ക്വാണ്ടിഫയബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ബട്ട് നോട്ട് ട്രൂ സീറോ വാല്യൂസ്. ഇവിടെ സീറോയ്ക്ക് വലിയ വാല്യൂ കൊടുക്കുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ഇൻ ഫാരൻഹീറ്റ്.
ഓക്കെ, അതൊരിക്കലും അവിടെ 0 ആവുന്നില്ല. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് ദിസ് വേരിയബിൾ ഹാവ് എ നാച്ചുറൽ റേറ്റ്. Then second one is we can measure the mean, median, mode and standard deviation of this variable. ഈ 4 മെഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റർവെലിനെ മെഷർ ചെയ്യാൻ സാധിക്കും. Then third one is these variables have no true zero values. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ടെമ്പറേച്ചറിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഒരിക്കലും 0 എന്ന് പറയാൻ പറ്റില്ല. അവിടെ നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും 0 വാല്യൂ ആയിട്ട് പറയുന്നില്ല. And the last and final measurement is ratio scale. Ratio is an ideal measure and that have a natural order and a quantifiable difference between values and a true zero values. റേഷ്യോന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഹൈറ്റിന് പറയുകയാണെങ്കിൽ ഹൈറ്റ് ക്യാൻ ബി മെഷർ ഇൻ സെന്റിമീറ്റർ ആൻഡ് കനോട്ട് ഹാവ് എ വാല്യൂ ബിലോ 0. Then weight, same case വെയ്റ്റിന്റെ കാര്യത്തിലുമാണെങ്കിൽ weight can be measured in kilogram and the value cannot below 0. ഈ രണ്ട് കേസിലും വാല്യൂ ഒരിക്കലും 0 ആവുന്നില്ല. അതാണ് റേഷ്യോ സ്കെയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. Then properties of ratio scale is the first property is this variable have a natural rate. ഈ വേരിയബിൾ തമ്മിൽ ഒരു നാച്ചുറൽ റേറ്റ് ഉണ്ടാവും. Then second one is this variable have an exact difference between values. ഇവ തമ്മിൽ ഒരു എക്സാക്ട് ഡിഫറൻസും ഉണ്ടാവും. Then third point is we can calculate the mean, median, mode, standard deviation and a variety of other descriptive statistics for their variables. ഈ 4 മെഷർ കൊണ്ട് നമുക്ക് റേഷ്യോനെ മെഷർ ചെയ്യാൻ സാധിക്കും. ആൻഡ് അതർ സ്റ്റാറ്റിസ്റ്റിക്സ് വേരിയബിൾ ഉപയോഗിച്ചും നമുക്ക് റേഷ്യോ മെഷർ ചെയ്യാൻ സാധിക്കും. So these are the 4 scale of measurement. Thank you.